ഗുഡ് മോർണിംഗ്, രതീഷ് പരപ്പനങ്ങാടിയാണ് കേട്ടോ. നമ്മളെ ഡ്രെയിനേജ് കുടപ്പാളി, അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വീതിയിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ കുടപ്പാളിയിൽ പ്രശ്നം വരുന്നത് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഇപ്പോൾ ജനങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല വീതിയിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇതുണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഇനി ഏറ്റവും അപകടമായിട്ട് നിൽക്കുന്നത് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് നമുക്ക് ഒഴിവായി. ഇനിയിപ്പോൾ നിലവിലുള്ളത് ഇതാ ഈ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് വേണ്ടപ്പെട്ടവരിൽ എത്തിച്ച് ഇവിടുന്ന് മാറ്റം വരുത്തിയാൽ നമ്മൾ സേഫായി. ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇതാ ഈ സൈഡ് ഇതാ ഏകദേശം ഇത് അവിടെ കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ഈ കുടപ്പാളി ഭാഗത്തു നിന്ന് വരുന്ന ഡ്രെയിനേജ് ഇതാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക്. വെള്ളം 4 ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഇതിൽ വന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സംശയം എന്താ വെച്ചാൽ, ഈ ഡ്രെയിനേജ് ഉണ്ടോ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഡ്രെയിനേജ് ഇതേപോലെ സ്ലോപ്പാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ ഒരു ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഉണ്ട്. നാട്ടുകാരൊക്കെ ഇതിൽ വന്ന് നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്ക് നല്ല വൃത്തിയിൽ നടക്കട്ടെ. കുടപ്പാളി ജനങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഉടനടി പരിഹാരം ഉണ്ടാവട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ. ശശിയേട്ടൻ, മറ്റേതായിട്ട് ശശിയേട്ടൻ, അവരുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് ആളുകൾ. അതുപോലെ നമ്മളെ മെമ്പർ സുമിയേച്ചി, മുത്തുകാക്ക, ജയദേവട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി കുറേ പ്രയത്നിച്ചിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ കുടപ്പാളിയിൽ വരുന്ന പ്രശ്നം വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനിതാ പരിഹാരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ട്രാൻസ്ഫോമറും കൂടി ഒന്ന് മാറി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം അത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കാൻ പോകുന്ന സംഭവമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ എർത്തടിക്കലും വാഹനങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് ചിലപ്പോൾ ഈ വളവും കൂടിയാണ് ഇതിൽ വന്ന് തട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ തന്നെ നല്ല ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതുകൂടി ഒന്ന് ഇവിടുന്ന് ഈ വളവുന്നൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു.